ഹായ് ഫ്രണ്ട്സ്, +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് എപ്പോൾ വരുമെന്ന് ഒത്തിരി പേരുടെ സംശയം ഉണ്ടായിരുന്നു. +2 റിസൾട്ടിൻ്റെ കൂടെയാണോ വരുവാന്ന്. ഏകദേശം അത് കൺഫേം ആയിരിക്കുകയാണ്. +2 റിസൾട്ടിൻ്റെ കൂടെയല്ല, സെപ്പറേറ്റ് തന്നെ വരും. +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് എത്രയും പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട്. അതായത് ഇനി വരുന്ന 2 ദിവസം, നാളെയും മറ്റന്നാളും +1 ഇംപ്രൂവ്മെൻറ്റ് വാലുവേഷൻ ക്യാമ്പുകളിൽ നടക്കുക എന്നാണ് ടീച്ചേഴ്സ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ടീച്ചേഴ്സും, കേരളത്തിലെ എല്ലാ ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് വാലുവേഷൻ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. അത്രയും പെട്ടെന്ന് തന്നെ വാലുവേഷൻ തരും. ഒരു പക്ഷേ നെക്സ്റ്റ് വീക്ക് തന്നെ, ചിലപ്പോൾ അടുത്ത ആഴ്ച തന്നെ +1 ഇംപ്രൂവ്മെൻറ്റിൻ്റെ റിസൾട്ട് വന്നേക്കും. കാരണം വാലുവേഷൻ നടക്കുന്ന മുറയ്ക്ക് മാർക്സൊക്കെ എൻ്റർ ആക്കും. അതായത് ടാബുലേഷൻ സെക്ഷനിൽ നിന്ന് വർക്കൊക്കെ ഫാസ്റ്റായിട്ട് ചെയ്യും. അപ്പോൾ മാർക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ, എന്തായാലും ഒരു 10 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത ആഴ്ച തന്നെ റിസൾട്ട് വന്നേക്കാം. ഈ ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ മിക്കവാറും വാലുവേഷൻ തീരാൻ സാധ്യതയുണ്ട്. അതായത് +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് വളരെ പെട്ടെന്ന് തന്നെ വരാൻ സാധ്യതയുണ്ട്. +2 റിസൾട്ടും കഴിഞ്ഞ വർഷം എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ മെയ് 17 ആ ഒരു സമയമാണ് +2 റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നത്, ലാസ്റ്റ് ഇയർ +2 റിസൾട്ട്. അപ്പോൾ ഏകദേശം അതേ ഒരു സമയം തന്നെ ഈ വർഷവും റിസൾട്ട് വരും. എക്സാക്റ്റ് ഡേറ്റ് പുറത്ത് വന്നതായിട്ട് എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. നിങ്ങളെവിടെയും കണ്ടതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. എന്തായാലും വാലുവേഷൻ വളരെ ഫാസ്റ്റായിട്ട് നടക്കുമ്പോൾ ഈ ഒരു ഏപ്രിൽ മാസം കൊണ്ട് തന്നെ +2ൻ്റെ റിസൾട്ട് എല്ലാ സബ്ജക്റ്റും ഫിനിഷാവും. അതിന് മുന്നേ തന്നെ ഫിനിഷാവും. എങ്കിലും എല്ലാ സബ്ജക്റ്റും, വ്യത്യസ്ത സബ്ജക്റ്റുകളുണ്ടല്ലോ, ഇംഗ്ലീഷൊക്കെ ഒരുപാട് പേപ്പേഴ്സ് ഉണ്ടാവുമല്ലോ. എങ്കിൽ പോലും ഈ മാസത്തിനുള്ളിൽ, ഏപ്രിൽ മാസത്തിനുള്ളിൽ തന്നെ എല്ലാ വാലുവേഷനും തീരും. മെയ് സെക്കൻഡ് വീക്കിൽ ഒരുപക്ഷെ SSLC റിസൾട്ട് വന്നിട്ടേ +2 റിസൾട്ട് വരുള്ളൂ. 3rd വീക്ക് ആദ്യം, അതായത് മെയ് 14 ശേഷം എന്ന രീതിയിൽ. കഴിഞ്ഞ വർഷവും അതുപോലെ തന്നെയാണ്. മെയ് 17 സമയത്താണ് റിസൾട്ട് വന്നത്. അധികം വൈകാതെ 4th വീക്കിലേക്ക് പോകാതെ മെയ് 3rd വീക്ക് തന്നെ +2 റിസൾട്ട് വരും. ഏകദേശം വാലുവേഷൻ പൂർത്തിയാവുന്ന മുറയ്ക്ക് എക്സാക്റ്റ് ഡേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി തന്നെ നമ്മളെ അറിയിക്കും. അവിടെ വിദ്യാഭ്യാസ മന്ത്രി നമ്മളോട് പറഞ്ഞാൽ ഒരു മാറ്റവും ഇല്ല, കൃത്യം ഡേറ്റിന് തന്നെ റിസൾട്ട് വരുന്നതായിരിക്കും. എന്തായാലും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ +2 റിസൾട്ട് വന്നേക്കാം. അതിന് മുന്നേ +1 ഇംപ്രൂവ്മെൻറ്റ് റിസൾട്ട് വരും. രണ്ടിനും റീവാലുവേഷനുള്ള പ്രൊവിഷനൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എളുപ്പ വഴി നിങ്ങളുടെ കൺസേൺഡ് ടീച്ചേഴ്സിനെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. അവരുടെ കയ്യിൽ ഇന്ന് വാലുവേഷൻ ക്യാമ്പ് പോയപ്പോൾ എല്ലാവരുടെ കയ്യിലും ആൻസർ കീ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. ആ ആൻസർ കീ കൃത്യമായി നിങ്ങൾ നോക്കുക. ആൻസർ കീ പ്രകാരം ആസ് പെർ ആൻസർ കീ ആണ് വാലുവേഷൻ നടക്കുക. ആൻസർ കീയിൽ ഏത് പോയിൻ്റ് എഴുതിയാൽ എത്ര മാർക്ക് കൊടുക്കണം, ഓരോ ക്വസ്റ്റിനും എത്ര പോയിൻ്റ് എഴുതണം, എന്തെഴുതണം എന്നടക്കം കൃത്യമായി പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് നിങ്ങൾ എഴുതിയതും വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും ഓരോ പേപ്പറിനും എന്ന് ഏകദേശം പ്ലാൻ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ പ്രതീക്ഷിച്ചതിൻ്റെ അടുത്ത് തീരെ എത്തിയിട്ടില്ല, ഒത്തിരി മാർക്ക് വേരിയേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷന് കൊടുക്കാം. റീവാലുവേഷനുള്ള പ്രൊവിഷനുണ്ട്. അത് ഇംപ്രൂവ്മെൻ്റ് ആവട്ടെ, +2 റിസൾട്ട് ആവട്ടെ, +1 ആവട്ടെ. എന്നിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു മാർക്കെങ്കിലും കൂടുതൽ വരുവാണെങ്കിൽ അത് പരിഗണിച്ച് കിട്ടും. മുന്നേയൊക്കെ 10% വേരിയേഷൻ വന്നാലാണ് അത് കൂട്ടി കിട്ടാറ്. ഇപ്പോൾ അങ്ങനെയല്ല. റീവാല്യൂ ചെയ്തിട്ട് ഒരു മാർക്കെങ്കിലും അധികം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പരിഗണിച്ച് തരും. പക്ഷേ ഡബിൾ വാലുവേഷൻ്റെ പേപ്പറിന് റീവാലുവേഷൻ ഇല്ലയെന്നും പ്രത്യേകം ഓർക്കണേ. എന്തായാലും അപ്പോൾ റിസൾട്ടൊക്കെ നമ്മുടെ മുന്നിലേക്ക് വന്ന് വാലുവേഷൻ ക്യാമ്പൊക്കെ ഉഷാറായി എന്നാണ് അറിയാൻ പറ്റിയത്. അപ്പോൾ +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ റിസൾട്ട് ഉടനെ തന്നെ വരും. +2ൻ്റെ റിസൾട്ട് മെയ് 3rd വീക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ പെട്ടെന്ന് വാലുവേഷൻ കഴിഞ്ഞാൽ നേരത്തെയും വന്നേക്കാം. അതൊക്കെ ഒഫീഷ്യലി വിദ്യാഭ്യാസ വകുപ്പേ നമുക്ക് അറിയിക്കുള്ളൂ. അപ്പോഴേ നമുക്ക് പറയാൻ പറ്റൂ. അല്ലാതെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് വാലുവേഷൻ കഴിഞ്ഞു എന്ന് ഏതെങ്കിലും ടീച്ചേഴ്സ് പറഞ്ഞതല്ല, ഏതെങ്കിലും ഒരു ജില്ലയിലെ ക്യാമ്പിലെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ നമുക്ക് റിസൾട്ട് വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അത് മറ്റ് വർക്കുകളൊക്കെ തീരുന്നത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നമ്മളെ അറിയിക്കും. എന്തായാലും നമുക്ക് ഏകദേശം ഇങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്.